വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. 2026-28 അക്കാഡമിക് ഇയറിലോട്ടുള്ള BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് പുതിയ അക്കാഡമിക് ഇയറിൽ BEd അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ, കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ, അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ സാധ്യത, കോളേജുകൾ, മാർക്ക് എത്ര വേണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിഷയമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്ക് അനാമം ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ പറയുവാണത്, കഴിഞ്ഞ അക്കാഡമിക് ഇയറിലൊക്കെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അറിയിച്ചത് പ്രകാരം തന്നെ ഈ അക്കാഡമിക് ഇയറിലും BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെയും അതേപോലെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഉറപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കറിയാം, ടീച്ചിങ് മേഖലയോട് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കോഴ്സ് തന്നെയാണ് BEd കോഴ്സ് എന്ന് പറയുന്നത്. അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും രാജ്യത്തിന് പുറത്താണെങ്കിലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ BEd ഈസ് മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ BEd കോഴ്സിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ രീതിയിലാണ് അഡ്മിഷൻ നേടുവാൻ സാധിക്കുക, അതേപോലെ തന്നെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് നോക്കാം. നിലവിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ CUET PG, അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള BEd അഡ്മിഷൻ, അതായത് 2 വർഷത്തെ BEd, പലപ്പോഴും പല മേഖലയിലും വരുന്ന ചോദ്യമാണ് BEd 2 വർഷമാണോ 1 വർഷമാണോ എന്നുള്ളത്. നിലവിൽ BEd അഡ്മിഷൻ 2 വർഷം തന്നെയാണ്. അതിൽ യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിലും വിദ്യാർത്ഥികൾ 2 വർഷത്തെ BEd തന്നെയാണ്. 1 ഇയർ എന്നുള്ള BEd ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ 1 ഇയർ എന്നുള്ള കോഴ്സിന് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ നിർബന്ധമായിട്ട് നേരത്തെ തന്നെ BEd കഴിഞ്ഞ അക്കാഡമിക് ഇയർ തന്നെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ നിങ്ങൾ എടുക്കുക. ഇനി അതോടൊപ്പം തന്നെ ഈ BEd കേരളത്തിലെ 1 ഇയർ BEd അതേപോലെ 2 ഇയർ BEd എന്നൊക്കെ പറയുമ്പോൾ പല വിദ്യാർത്ഥികളും സംശയമുണ്ട്. 1 ഇയർ BEd നിലവിലെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് BEd 1 ഇയർ കൊണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റ് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കേരളത്തിന് പുറമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഈക്വലൻസി ഉണ്ടോ, കേരള PSC അംഗീകാരമുണ്ടോ, UGCയുടെ അംഗീകാരമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാതെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 100% നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. നിങ്ങൾ 2 വർഷം അല്ലെങ്കിൽ ലേറ്റ് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജ് അതേപോലെ യൂണിവേഴ്സിറ്റി UGCയുടെ അംഗീകാരവും കേരളത്തിൽ PSC അംഗീകാരമുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. അത്തരത്തിൽ കേരള PSCയുടെ അംഗീകാരമുള്ള, അത് UGCയുടെ അംഗീകാരമുള്ള, കേരള PSCയുടെ അംഗീകാരമുള്ള അത് വാലിഡ് ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ, കേരളത്തിന് പുറമെ അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കരിയർ വിൻ അക്കാഡമിയുടെ കീഴിൽ തന്നെ അഡ്മിഷൻ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വർഷങ്ങളായി ചെയ്തു കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള BEd അഡ്മിഷൻ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അത് പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ, കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതേപോലെ അത്തരത്തിലെ ഇളവുകളൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം BEd അഡ്മിഷൻ വളരെ സേഫായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. കരിയറിൻ്റെ താഴെ കൂടുതൽ പേഴ്സണലായിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സർവീസ് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റും പല മേഖലകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത ഒരുപാട് കോളേജുകൾ, അതായത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ആരും പെടരുത്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി വാല്യൂ ഉള്ള കൃത്യമായിട്ടുള്ള വാല്യൂ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഈ 4 യൂണിവേഴ്സിറ്റികളും തൊട്ടടുത്ത വീക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ വർഷവും കേരളത്തിൽ BEd അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മാർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഡിഗ്രി അതേപോലെ PG മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ചില സബ്ജക്റ്റുകൾക്ക് PG മാൻഡേറ്ററി ആണ്, ചില സബ്ജക്റ്റുകൾക്ക് ഡിഗ്രിയാണ്. PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നോർമലി ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് ഡിഗ്രി നിങ്ങൾ എത്രത്തോളം മാർക്കുണ്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അത് ഒരുപക്ഷെ 95% അല്ലെങ്കിൽ 90%, 85%, 80%, അങ്ങനെ പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. അത് നിങ്ങളുടെ ഓരോ ഇയറിലെയും വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് നിങ്ങളുടെ മാർക്ക്, അത് മിനിമം മാർക്ക് നിർണ്ണയിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഈ വർഷത്തെ അക്കാഡമിക്കിൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും എത്ര മാർക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ അപ്ഡേറ്റും, അതായത് അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീക്കിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. കഴിഞ്ഞ വർഷമൊക്കെ MG യൂണിവേഴ്സിറ്റിയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത്. MG യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ, അതേപോലെ കേരള യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ്, അതേപോലെ കണ്ണൂർ, ഈ 4 യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ ഇഗ്നോ BEd എന്നുള്ളത് പലരുടെയും സംശയമായിരുന്നു. ഇഗ്നോ BEd ഞാൻ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരിയിലാണ് വിളിക്കുക. ജനുവരിയിൽ എൻട്രൻസ് എക്സാം വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ എൻട്രൻസ് എക്സാം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിച്ചവർക്കൊക്കെ ഇമെയിൽ വഴി അതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും സർവീസിലുള്ളവർക്ക്, അതായത് പ്രധാനമായിട്ടും സർവീസിലുള്ളവർക്ക് അവരുടെ സർവീസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നേരത്തെ TTC പ്ലസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പറയുന്ന ഇഗ്നോ BEd അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി CUT PG എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി AMU ഉൾപ്പെടെയുള്ള, അതായത് AMU എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലാ സെൻട്രലിൽ പോലും BEd 2 വർഷത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ CUT PG നിർബന്ധമായിട്ടും എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് CUT PG എൻട്രൻസ് എക്സാം കഴിഞ്ഞ മാസം എഴുതിയവർക്കൊക്കെ അതിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൾറെഡി അഡ്മിഷൻ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതിനും ഇനി ഈ അക്കാഡമിക്കൽ അതിനൊന്നും യാതൊരു ഓപ്ഷനില്ല. ഇനി ഈ അക്കാഡമിക്കൽ BEd അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഗവൺമെൻറ് എയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, അതേപോലെ യൂണിവേഴ്സിറ്റി ടീച്ചിങ് സെൻറ്റർ, ഓക്കെ, അതായത് എഡ്യൂക്കേഷൻ സെൻറ്റർ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ്, അതായത് സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഓരോ യൂണിവേഴ്സിറ്റിയിലും 2, 3, 4 കോളേജുകൾ മാത്രമാണ് മാക്സിമം ഉള്ളത്. ഓക്കെ, ഗവൺമെൻറ് എയ്ഡ്. ഈ പറയുന്ന ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് 50 അല്ലെങ്കിൽ 100 സീറ്റാണ് ഗവൺമെൻറ് അതേപോലെ പ്രൈവറ്റ് കോളേജിലുള്ളത്. അതിൽ ഒട്ടുമിക്ക കോഴ്സുകളും 50 ആണെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യൽ സയൻസ്, ഇങ്ങനെയൊക്കെ ഏകദേശം 6, 7, 8. ഇനി അത് 100 സീറ്റുള്ള കോളേജിലാണെങ്കിൽ മാക്സിമം 20 ആ രീതിയിലാണ് സീറ്റുകളുള്ളത്. അപ്പോൾ ഓരോ കോളേജിലും വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് BEdനുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ മാക്സിമം കോളേജിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക, യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും അപേക്ഷ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യം, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ BEd അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ എന്താണ് വരാത്തതെന്ന് ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉറപ്പെടുത്തുകയാണ്. മറ്റു പല തിരക്കുകൾ കാരണമാണ് യൂട്യൂബിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ കോഴ്സുകളും, അതായത് BEd മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം PG, അതേപോലെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി ITEP നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇൻ്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോ, അത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇനി ഓരോ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ അഡ്മിഷൻ, ഏത് കോഴ്സിലെ അഡ്മിഷൻ ആണെങ്കിലും MEd ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ആണെങ്കിലും നിങ്ങൾ പരമാവധി നമ്മുടെ ഈ ഒരു ചാനൽ, ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്തരത്തിൽ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ മറക്കാത്തവർ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ ഉറപ്പെടുത്തുകൊണ്ട് BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റികളും സെപ്പറേറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സമാദാര സിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.